യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ക്രിസ്മസ്. ദൈവം നമ്മോടുകൂടെ വസിക്കാൻ വിണ്ണിനെ ചായ്ച്ച് മണ്ണിൽ ജനിച്ച ദിവസം. ഈ വിശുദ്ധ ദിനത്തിൽ വചനയാത്രയിലേക്ക് ഏവർക്കും സന്തോഷത്തോടെ സ്വാഗതം. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി പുതിയ പ്രതീക്ഷയിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. നിങ്ങൾക്ക് ഏവർക്കും ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഞ്ഞിൻ്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിൻ്റെ പുതുമ, പാതിരാ കുർബാനയുടെ വിശുദ്ധി, ഇതൊക്കെയാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിൻ്റെ മാത്രമല്ല, ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും തിരുനാൾ കൂടിയാണ്. ഇത് ആത്മീയതയുടെ ഉത്സവമാണ്. ദൈവിക പദ്ധതിയിൽ സംഭവിച്ച ഒരു പിടി ആത്മീയ വിചാരങ്ങളെ കൂട്ടി വായിക്കുന്ന ഒരു പുണ്യ തിരുനാൾ. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്തയിൽ തുടങ്ങി യേശുവിൻ്റെ ജനന പശ്ചാത്തലങ്ങളെ മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ സ്വർഗം തരുന്ന ഒരു അവകാശത്തിൻ്റെ തിരുനാൾ. അതാണ് ക്രിസ്മസ്. മനുഷ്യനെ തേടി വന്ന ദൈവവും ദൈവത്തെ തേടിയ മനുഷ്യനും പരസ്പരം കണ്ടുമുട്ടിയ വേദിയാണ് ബേത്ലഹേമിലെ ആദ്യ ക്രിസ്മസ്. ഇത് ഒരു അന്വേഷണ യാത്രയുടെ കഥ പറയുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി കാൽനടയായി ജോസഫ് നടന്നു തീർത്ത ക്ലേശകരമായ യാത്രയാണിത്. മകന് ജന്മം നൽകാൻ അമ്മയ്ക്കൊരു പിറവി സ്ഥലവും തനിക്ക് ഒരു ഇരിപ്പിടവും കണ്ടെത്താൻ യൗസേപ്പ് മനം നൊന്ത് അന്വേഷിച്ച ഒരു പാതിരാ രാത്രിയുടെ അന്ത്യത്തിലാണ് അവർക്ക് യേശുവിനെ കൺകുളിർക്കെ കാണാൻ സാധിച്ചത്. കൊട്ടാരത്തിലെ ആഡംബരങ്ങൾ വെടിഞ്ഞ് വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി കാലിത്തൊഴുത്തിൽ എത്തിയപ്പോഴാണ് പൂജാ രാജാക്കന്മാർക്ക് ഉണ്ണിയേശുവിൻ്റെ മഹത്വം ദർശിക്കാൻ സാധിച്ചത്. ആട്ടിൻകൂട്ടമുറങ്ങുന്ന കാവൽപ്പുരയുടെ പടിവാതിലിൽ മയങ്ങുന്ന ആട്ടിടയർക്ക് മാലാഖമാരുടെ സംഗീതം തിരിച്ചറിഞ്ഞ് താരശോഭയുടെ വെളിച്ചത്തിൽ പുൽക്കൂട് അന്വേഷിച്ചപ്പോഴാണ് യാത്രാന്ത്യത്തിൽ അവർക്കും രക്ഷക ദർശന സൗഭാഗ്യം കൈവന്നത്. ഇങ്ങനെ യേശുവിനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന അനുഭവമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. വിദൂരസ്ഥനായ ദൈവം എമ്മാനുവേലാണ് എന്നും മനുഷ്യബുദ്ധിക്ക് വിവരിക്കാനാവാത്തതിനാൽ അവിടുന്ന് മനുഷ്യർക്ക് സ്വയം വെളിപ്പെടുത്തുന്നുവെന്നും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ക്രൈസ്തവ ജീവിതം ഒരു ദൈവാന്വേഷണ യാത്രയാണ്. ഈശോയെ തേടി പുൽക്കൂട്ടിലേക്കും അവിടുന്ന് ജീവിതത്തിലേക്കുമുള്ള ഒരു തീർത്ഥയാത്രയാണിത്. ഈ യാത്രയിൽ മനസ്സിനെ പാകപ്പെടുത്തി യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പുഞ്ചിരികളുടെയും നോവുകളുടെയും രോഗങ്ങളുടെയും ക്ലേശങ്ങളുടെയും നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും രൂപഭാഗങ്ങളിലെത്തുന്ന ചില സ്നാപക ശബ്ദങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്നതാണ്. ഈ ശബ്ദങ്ങളൊക്കെ ദൈവിക ദർശനങ്ങളെ വരവേൽക്കുവാനും ക്രിസ്തു അനുഭവം ഉണ്ടാകാനുമുള്ളവയാണ് എന്ന തിരിച്ചറിവാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന 5 ഓർമ്മപ്പെടുത്തലുകളെ ധ്യാനാത്മകമായി ചിന്തിക്കുമ്പോഴാണ് ക്രിസ്മസ് പൂർത്തിയാവുന്നത്. 1. ഉണ്ണീശോയുടെ ജനനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും, അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഓരോ ജന്മവും അനുഗ്രഹമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും
ആത്മാവിൽ വീണ്ടും ജനിക്കുകയും ചെയ്യണം. യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. 2. ക്രിസ്മസ് പരിശുദ്ധ അമ്മയുടെ സമ്മതത്തിൻ്റെ പാഠമാണ്. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കാതിരുന്നവ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് കേട്ട് മറിയം തൻ്റെ സമ്മതം നൽകുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈ ആത്മസമർപ്പണത്തിൻ്റെ ഫലമായിരുന്നു ക്രിസ്മസ്. പരിശുദ്ധ അമ്മയെപ്പോലെ ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ ജീവിതം സമ്മതത്തോടെയുള്ള സമർപ്പണമാക്കി മാറ്റുമ്പോഴാണ് ക്രിസ്മസ് നമ്മെ സംബന്ധിച്ച് ഒരു ദൈവിക അനുഭവമായി മാറുക. 3. ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനുള്ള ഔസേപ്പിതാവിൻ്റെ സന്നദ്ധതയുടെ പ്രതിഫലനം കൂടിയാണ് ക്രിസ്മസ്. ജോസഫിന് ദൈവിക പദ്ധതിയെ കൃത്യമായി മനസ്സിലാക്കുവാനും അത് പൂർത്തിയാക്കുവാനും സാധിച്ചു. ക്രിസ്മസ് നമുക്കും അനുഗ്രഹത്തിൻ്റെ തിരുനാളാകണമെങ്കിൽ വിശുദ്ധ യൗസേപ്പിനെ പോലെ ദൈവിക പദ്ധതിയെ മനസ്സിലാക്കുവാനും അത് കൃത്യമായി നിർവഹിക്കുവാനും സാധിക്കണം. 4. പിറവി നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. ആട്ടിടയരെ പോലെ ദൈവിക സന്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സംശയിക്കാതെ ഇറങ്ങി പുറപ്പെടുവാനുള്ള ഒരു നിർമ്മല മനസ്സ് ഉണ്ടാകണം എന്നതാണ്. ആ രാത്രിയിൽ തന്നെ യേശുവിനെ കാണുവാൻ അവർ ബേത്ലഹേമിലേക്ക് പുറപ്പെട്ടു. തത്വശാസ്ത്രങ്ങളുടെയും ദൈവശാസ്ത്രങ്ങളുടെയും അതിഗഹനമായ ബുദ്ധിയിലൂടെ ചിന്തിക്കാതെ ശുദ്ധ മനസ്സോടെ വിനീത ഹൃദയത്തോടെ ജീവിക്കുമ്പോഴാണ് തിരുപ്പിറവിയുടെ അനുഭവം നമുക്കുമുണ്ടാകുന്നത്. അവസാനമായി രാജകൊട്ടാരങ്ങളുടെ ആഡംബരങ്ങളും ആർഭാടങ്ങളും മാറ്റിവെച്ച് ദിവ്യപ്രകാശം ചൊരിയുന്ന നക്ഷത്രങ്ങളുടെ പിന്നാലെ പോകുന്ന രാജാക്കന്മാരാണ് യേശുവിൻ്റെ ദർശനസുഖം ലഭിക്കുന്നത്. അറിവിനെ അതിശയിക്കുന്ന ഭക്തിയുടെ മാർഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കും പുൽക്കൂട്ടിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മോടുകൂടി ആയിരിക്കുന്ന ഈ ക്രിസ്മസ് രാവിൽ നമുക്കും ദൈവത്തോടു കൂടെ ആയിരിക്കാം. തിന്മയുടെ അന്ധകാരത്തെ നന്മയുടെ പ്രകാശങ്ങൾ കൊണ്ട് നമുക്ക് ശോഭനമാക്കാം.